അമേരിക്ക ഇതാ കത്തിച്ചാമ്പലാവുകയാണ്. ട്രംപ് കരച്ചിലോടെ കരച്ചിലാണ്. അല്ലല്ലോ പറയണ്ടായിരുന്നു വായിൽ നിന്നൊരു അബദ്ധം വീണ് പോയി റബ്ബേ. ട്രംപ് ഇതാ ഓടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അമേരിക്കയിലുള്ള സർവ്വ ഫയർഫോഴ്സുകൾ വന്ന് അണച്ചിട്ടും തീ അണയുന്നില്ല. 30,000 ഏക്കർ കത്തിപ്പോയി മക്കള്. അല്ലാ, ഇംഗ്ലീഷ് സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന നടികളുടെയും നടന്മാരുടെയും വീടുകൾ കത്തിപ്പോയി. ട്രംപ് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ആ ഗാസയിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട എന്റെ ആളുകളെ അവിടുന്ന് വിട്ടയച്ചില്ലെങ്കിൽ ഗാസ ഞാൻ കത്തിച്ച് നരക തുല്യമാക്കുമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാഹ്, അമേരിക്ക കത്തിക്കൊണ്ടിരിക്കുകയാ. നമുക്ക് അഹങ്കാരമില്ല. അല്ലാഹുവേ, ഗാസയെ നീ കാക്കണേ അല്ലാ. നിരപരാധികളായ അമേരിക്കയിലെ മക്കളെയും നീ കാക്കണേ അല്ലാ. അതാണടോ മുസ്ലിം. ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട്, പേര് മുഹമ്മദായതിന്റെ പേരില്, പേര് അബ്ദുള്ളയായതിന്റെ പേരില് എല്ലാ മേഖലകളിലും കള്ളനെന്നും ദമ്മാടിയെന്നും ദുഷ്ടനെന്നും തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും മുദ്രകുത്തുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാൻ ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മാണിക്യക്കല്ലാകുന്ന ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാനിന്റെ അന്തസത്ത എന്തെന്നറിയുമോ? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമിക്കണേ മക്കളെ, ക്ഷമിക്കണേ. ആക്രമണങ്ങൾ വന്നേക്കാം, നിങ്ങളെ എല്ലാ നിലയിലും പരാജയപ്പെടുത്തിയേക്കാം. ക്ഷമിക്കണേ. ഇതാണ് മക്കളെ ഇസ്ലാം. അതുകൊണ്ടാണ് ഗാസയിലെ മക്കൾ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഗാസയിൽ പിടഞ്ഞു വീഴുമ്പോൾ ഈ അല്ലാഹു എവിടെ പോയി? ഗാസയിൽ മക്കൾ മരിച്ചു വീഴുമ്പോൾ ഈ അല്ലാഹു എവിടെ പോയി എന്ന് ചോദിക്കുന്ന തീവ്രവാദം പടച്ചുവിടാൻ വേണ്ടി, മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ശക്തിബിംബമേ, നീ ചോദിച്ച ചോദ്യമില്ലേ? ആ അല്ലാഹു എവിടെ പോയെന്നല്ലേ ചോദിച്ചത്? ആ അല്ലാഹു തന്നെയാണ് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യതീമാക്കി വളർത്തിയത് ആ റബ്ബ് തന്നെയാണ്. 6ാമത്തെ വയസ്സിൽ ഉമ്മയെയും തിരിച്ചു വിളിച്ചത് ആ റബ്ബ് തന്നെയാണ്.